വിനോദിന്റെയും അജേഷിന്റെയും ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ മഹത്തായ ഒരു കൂട്ടായ്മയുടെ ആദ്യ ബീജം ഉണ്ടായത്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻകൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. നിലവിൻ നറുമലർ മധുനുകരാനായി പോയ വസന്തമേ മടങ്ങിവരൂ. എത്ര മനോഹരം എന്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. അധ്യാപകരെ കാണുവാൻ, അവരുടെ വർത്തമാനങ്ങളും അവരുടെ സുഖവും ദുഃഖവും ഒക്കെ പങ്കുവെക്കുവാനുള്ള വളരെ വലിയ ഒരു വേളയാണ് സമാഗതമായിരുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനത്തെ സന്നദ്ധമായി ഞങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഞങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾ കേട്ട് അത് അതിയായ സന്തോഷമാണ്. അതിനകത്തുള്ള ആത്മസംതൃപ്തി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. എന്ന് അധ്യാപകരുടെ ഇടയിൽ അറിയപ്പെട്ട ഈ മുഹമ്മദ് കുട്ടി സാർ ഇംഗ്ലീഷ് മീഡിയം എറണാകുളത്തെ താലൂക്കിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം ഭാരത ഡിവിഷനായാലും ശരി കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഞാൻ ഇന്നത്തെ പോലല്ല, അന്ന് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷൻ വേണമായിരുന്നു. സാറിന്റെ ചെരുപ്പിന്റെ വള്ളി സെക്രട്ടറിയേറ്റ് കയറിയാണ്. അങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവന്നത് എറണാകുളത്തെ താലൂക്കിൽ ഈ സ്കൂളാണ് ആദ്യമായിട്ട്. ഇന്ത്യയിൽ വാങ്ങിച്ച അധികം പോകുന്നുണ്ടോ? നമ്മൾ ഇപ്പോഴും അത് ആ ഒരു സന്തോഷം ഒന്നേ സന്തോഷം. ഇന്ന് പക്ഷേ ബലമില്ലാതെ വന്നതിന്റെ വിലക്കേടും ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ചൂരൻ ഇപ്പോഴും എടുക്കണമെന്നുള്ള അഭിപ്രായങ്ങൾ കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നാതായിരിക്കും നല്ലതെന്ന്. ജീവിതത്തിൽ മുന്നേറുക, എപ്പോഴും കഠിനപ്രയത്നവും വിശ്രാന്തിയുമാണ് ഒരു വ്യക്തിയെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്. അതിനെ എത്ര അഭിനന്ദിച്ചാലും അത് അധികമാകില്ല. ഒരു 10 നാനൂറായിരുന്നു
കൂടുതൽ പുറത്തായിരിക്കാം. പക്ഷെ അടുത്ത ഒരു മീറ്റിംഗിൽ ഒരു 200 പേരെങ്കിലും നമുക്ക് ഇവിടെ വിളിച്ചു കൂട്ടി ഈ AVHS കണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം നടത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വികാരത്തോടുകൂടി ഭാവിക്ക് വേണ്ടി ചില ആസൂത്രണം ചെയ്യാൻ നിങ്ങൾ മുമ്പോട്ട് വന്നു എന്നുള്ളത് എന്റെ ഹൃദയത്തിൽ വളരെ കൂടുതൽ സ്വാധീനിക്കുന്നത് മാത്രമല്ല വൈകാരികമായ ഒരു ചാഞ്ചല്യം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. നിങ്ങളെപ്പോലെ മാതൃകാപരമായ മറ്റുള്ള ഓരോ വർഷവും ഇതുപോലെ തയ്യാറായാൽ നമ്മുടെ കേരളത്തിലെ എത്രയോ ആളുകൾക്ക് അതിന് പ്രതീക്ഷയാവും. ഞങ്ങളിതൊക്കെ അനുഭവിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലോ ഏതെങ്കിലും കല്യാണത്തിനോ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടുമ്പോഴാണ് ഞങ്ങളുടെ വില മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങളെ ഞങ്ങളറിയില്ല, നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഇന്നതാണ്. അപ്പൊ ആ ഒരു സന്തോഷം വലിയ സന്തോഷം. കുടുംബം എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ അതല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ അതിപ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുക. ഷിബു ആന്റണിയുടെ പാട്ടൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. പേരെടുത്ത് ആരെയും പറയുന്നത് ഓരോരുത്തരെയും നീലാംബരമണി വാതിൽ തുറന്നു വൃശ്ചിക സന്ധ്യയണഞ്ഞു. AVHSന്റെ യേശുദാസിന്റെ പാട്ട് കേട്ട് അവന്റെ ഓർമ്മ പങ്കിടൽ വെച്ച് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ വരുമ്പം ശബ്ദം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ വന്നത്. അവന്റെ പാട്ടും അവന്റെ അനുഭവങ്ങളും നിങ്ങൾ അവന് നൽകിയ കൈത്താങ്ങും അതിന് എങ്ങനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് ഓടി വരാറുണ്ട്. ഏത് കുട്ടികളായാലും പഠിപ്പിച്ച് ഏത് കുട്ടികളെ എവിടെ വെച്ച് കണ്ടാലും അയ്യോ നിമിഷ ടീച്ചറല്ലേ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് വരുന്ന ട്രെയിനകത്തായാലും ബസ്സിനകത്തായാലും എവിടെ ആയാലും ഈ കുട്ടികൾ അവർക്ക് സ്നേഹം കാണുമ്പോൾ എനിക്ക് തോന്നും അവരെ ഞാൻ ഇത്രയൊന്നും അന്ന് സ്നേഹിച്ചിരുന്നില്ലല്ലോ. കാരണം അന്ന് മക്കൾ ചെറുതായിരിക്കും, അപ്പൊ വീട്ടിലെ പ്രാരാബ്ദം. ഓരോരുത്തരുടെ മുഖം കാണുമ്പോൾ നമ്മുടെ പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്ന ചില പേരുകളുണ്ട്. തീർച്ചയായിട്ടും പറയുമ്പോൾ ചിലരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും ആ എന്റെ പേരുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന ഒരു ഇതുണ്ട്. അപ്പോ നമ്മൾ അത്രയും അടുത്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനൊക്കെ ഒരു തുടക്കമാവട്ടെ ഇതെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. जन्म हुआ इसका अर्थ हो समझो जिसमें यही घटना है. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവണം. അത് നിലനിൽക്കണം. അതുപോലെ അതിലൂടെ തന്നെ നിങ്ങളെ ഓർക്കാൻ കഴിയണം. എന്തായാലും നിങ്ങളോടൊപ്പം എന്നും ഞാൻ ഉണ്ടാവും. തുടർന്ന് അധ്യാപകരെ നമുക്ക് എല്ലാവർക്കും കാണാനും അവരുടെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനും ഉള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങൾക്കെല്ലാം വന്ന് ചേരാനുള്ള ഒരു പ്രധാന കാര്യം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉൾക്കൊണ്ട മൂല്യബോധം കൊണ്ടായിരിക്കും. പിന്നെ ടാൽബോസിന്റെ പാർട്ടി സിനിമയോട് സ്വാധീനിച്ചിട്ടുണ്ടാവും, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ നല്ല പ്രവർത്തികളോടൊപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അനീതികളും അന്യായങ്ങളും ദൂരീകരിക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ഉപയോഗിക്കണം. അത് ഈശ്വരൻ നിങ്ങളുടെ വാക്കിനും കഥങ്ങൾക്ക് ശക്തി തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര മനോഹരം എന്റെ വിദ്യാലയം. എന്താണെങ്കിലും നമ്മുടെ ഈ കൂട്ടായ്മ എന്നും ഇങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുകയാണ്. മറുമലർ മധുനുകരാന പോയ വസന്തമേ. അങ്ങനെയാണ് സ്കൂളിന്റെ
ഏറ്റവും അത്യാവശ്യ ഘടകമായ ഒരു കർട്ടനെ കുറിച്ച് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ സബലീകരിച്ചു തന്നു. ഈ ഒരു റീയൂണിയൻ ഇവിടെ സംഘടിപ്പിച്ചതിനും ഈ അധ്യാപകരെ ആദരിച്ചതിനും നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സമ്മാനം തന്നതിനും എല്ലാത്തിനും നിങ്ങളെ ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എന്റെ ബഹുമാനപ്പെട്ട എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വെച്ചു. മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം ഒരു മയിൽ പീലി പോൽ ചേർത്തു വെച്ചു. ഇവിടെ വരാൻ പറ്റാത്ത നമ്മുടെ കൂട്ടുകാർക്കും ഇവിടെ വന്നവർക്ക് പ്രത്യേകിച്ചും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തിരികെ വരൂ, എന്റെ കൂടെ വരൂ, സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. എത്ര മനോഹരം എന്റെ വിദ്യാലയം. നമ്മൾ പൂർണ്ണമായും തിരിഞ്ഞു പോകുന്നില്ല, ഇനിയും തുടരും.